ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഈ ഇടയായിട്ട് വരുന്ന മെസ്സേജസ് ഒക്കെ കുറേയൊക്കെ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. എന്താണെന്നറിയില്ല. സതി മഹാദേവൻ, നിങ്ങളുടെയോ അവരുടെയോ റിലേഷൻഷിപ്പ് ഇൻകംപ്ലീറ്റ് ആയിരുന്നുണ്ടായിരിക്കും. നല്ലൊരു രീതിക്ക് വന്നിട്ട് പെട്ടെന്നായിരിക്കും ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെയൊക്കെ ആയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ വല്ലാത്തൊരു എന്താ പറയാ, ഇമോഷണലി നിങ്ങളെ വല്ലാതെ തളർത്തിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ച, നിങ്ങളെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റിയ, അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഓക്കെ, ബിസിനസ്, ഓൺട്രപ്രണർ, പാർട്ട്ണർഷിപ്പ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഷോപ്പ്, ഈ മേഖലയുമായി എന്തെങ്കിലും ബന്ധം നിങ്ങൾക്കോ അവർക്കോ ഉണ്ടായിരിക്കാം. ഈ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ആവണമെന്നില്ല, അവർക്കോ ആവാട്ടോ. മൂഡ് സ്വിങ്സ് വരുമ്പോൾ നിങ്ങളല്ലാതെയായി മാറുന്നു. മറ്റേ പരസ്യത്തിൽ പറയുന്ന പോലെ വായ തോന്നി ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരിക്കാം. പല കാര്യങ്ങളും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കില്ല. ഒരു കത്തിയെടുത്ത് ഒരു പക്ഷെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുമായിരിക്കും. പക്ഷേ വാക്കുകൾ കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവുകൾ അതൊരിക്കലും മായില്ല. തേർഡ് ഐ ചക്ര, നിങ്ങളുടെയോ അവരുടെയോ തേർഡ് ഐ ചക്ര ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. തേർഡ് ഐ ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റിയിലുള്ള ഇപ്പോൾ ശിവന്റെ തൃക്കണ്ണ് എന്നൊക്കെ പറയില്ലേ, മഹാദേവന്റെ തൃക്കണ്ണ്, അതൊക്കെ തന്നെ. സ്കോർപിയോ, നിങ്ങളുടെയോ അവരുടെയോ സോഡിയാക് സൈൻ സ്കോർപിയോ ആയിരിക്കും. പീസ്, സമാധാനം. ഐ എം ടയർഡ് ഓഫ് റണ്ണിങ്, ഒരു പക്ഷേ അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരം അല്ലെങ്കിൽ അൺഅവൈലബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി, നിങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു എനർജി. നിങ്ങളെ അവർക്ക് ഭയമാണ്. കാരണം നിങ്ങൾ അടുത്ത് വരുമ്പോൾ അവർക്ക് അവരെ തന്നെ ഒരു കൺട്രോൾ കിട്ടാത്ത ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഒരു മൂവി ഉണ്ടല്ലോ 96, അതിൽ കണ്ടിട്ടില്ലേ, വിജയ് സേതുപതി ആ സാറ് ഇങ്ങനെ തൃഷ അടുത്തേക്ക് വരുമ്പോഴേക്കും തല കറങ്ങി വീഴുന്നത് ചിലപ്പോൾ അതുമായിരിക്കാം.